അപ്പോൾ ഇത് നമുക്ക് ഞാൻ എഗ് ഫ്രൈഡ് റൈസ് എന്ന് വിളിക്കുന്ന എഗ് ഇട്ട് റൈസ് ഉണ്ടാക്കിയാലോ? ഇവനാണ് എൻ്റെ സാരഥി. ഇന്നത്തെ എൻ്റെ ഫുൾ കാൽക്കുലേഷൻ ഇവനെ വെച്ചിട്ടാണ്. ഒരു 2 പേർക്ക് കഴിക്കാനുള്ള എഗ് റൈസ് ഇത് മതിയായിരിക്കും അല്ലേ? ഉണ്ടാക്കണമെന്നുള്ള ചിന്ത വന്ന അപ്പം തന്നെ കുറച്ച് റൈസ് എടുത്ത് കുതിർക്കായിട്ടേക്കുക. ഇനിയിപ്പോൾ എന്താ, ഇഷ്ടമുള്ളതും ഉള്ളതുമായിട്ടുള്ള കുറച്ച് പച്ചക്കറി എടുത്ത് കച്ചറ കട്ട് ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് സവാളയും ക്യാപ്സിക്കും ക്യാരറ്റും ഒരു ഇത്തിരി വെളുത്തുള്ളി എടുത്തു. ഇനി ഒരു കലം വെള്ളത്തിലോട്ട് ഈ പട്ട, ഗ്രാമ്പൂ അങ്ങനെ കുറച്ച് ഐറ്റംസ് അല്ലേ, അത് കുറച്ച് എണ്ണ, കുറച്ച് നാരങ്ങ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ തിളച്ചും പരിയിട്ട് കൊടുക്കുക. പിന്നെ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പൊന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇളക്കുക, തിന്നുക, ഇളക്കുക. അവസാനം ഒരു 80-90% വെന്തു തോന്നുമ്പോൾ വറുക്കുക. ഇനിയിപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് വേണമെങ്കിൽ മുന്തി ഒന്ന് വറുത്തെടുത്തോളൂ. പിന്നെ നമ്മൾ മറ്റേ പട്ട, ഗ്രാമ്പൂ അതിട്ടു. ഇനിയിപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റി, ക്യാരറ്റ് ഇട്ടൊന്ന് വഴറ്റി, ക്യാപ്സിക്കം ഇട്ട് വഴറ്റി, സവാളയും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മുടെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മൾ ഹൈലൈറ്റ് സാധനം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു പിടി തേങ്ങയുടെ 2 പാല്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഗ്ലാസിൻ്റെ ഒരു അനിയനായിട്ട് വരും. ഒരു 1/2 ഗ്ലാസ് 1 പാലിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് വറ്റിച്ച് നശിപ്പിക്കരുത്. അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ അടുപ്പ് ഓഫ് ചെയ്ത് നമ്മൾ വാർത്ത് വെച്ചേക്കുന്ന ചോറ് ആഡ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടി മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക. ഇനിയിപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ മുട്ട ചിക്കി പൊരിച്ച് അതും കൂടെ നാടി കൊടുത്തോളൂ. ഇനിയിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ മാക്സിമം ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ സംഭവം സെറ്റായി. സംഭവം കിഡിലും ടേസ്റ്റാണ്. കൂടെ കഴിക്കാൻ ഒരു കറിയും വേണ്ട. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒട്ടും ഡ്രൈ ഫീൽ ഉണ്ടാവില്ല. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ മാഗി ക്യൂബ് ഇട്ടിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടും. കൂടെ ചിക്കൻ കറി സാലഡൊക്കെ വേണമെന്ന് നിർബന്ധമുള്ളതാണെങ്കിൽ അതുകൂടെ കൂട്ടുകയാണെങ്കിൽ പൊള്ളിയായിരിക്കും. പിന്നെ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് രാത്രി കൂടെ എടുക്കാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ശരി, എല്ലാവരും ട്രൈ നോക്ക്.